What's happening people? This is Kochi Machan and welcome back to another safety weekend. അപ്പോൾ കുറച്ച് വീക്കെൻഡ്സ് ഒക്കെ നമുക്ക് മിസ്സായി പോയി. നമ്മൾ വണ്ടിയുടെ മേളിൽ ഭയങ്കര ബിസി ആയി പോയിട്ടോ. വണ്ടി പണിത് വണ്ടിയൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. വണ്ടിയുടെ ഫൈനൽ പാർട്ട് വീഡിയോ ഞാൻ എന്തായാലും നെക്സ്റ്റ് വീക്ക് ഇടുന്നുണ്ടാവും എന്തായാലും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ജാക്കറ്റിനെ പറ്റിയാണ്. SPRS എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ജാക്കറ്റാണ്. SPRS നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടാവും. ഞാൻ ഉപയോഗിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ റൈഡിങ് ഗിയേഴ്സും SPRSൻ്റെയാണ്. അപ്പോൾ എൻ്റെ ജാക്കറ്റില്ല, അവരുടെ ഒരു പുതിയ മോഡൽ ജാക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അത് എൻ്റെ ജാക്കറ്റിന് അത്രയും കോസ്റ്റ്ലി അല്ല. ഇതാണ് അവരുടെ ഏറ്റവും പുതിയ മോഡലായ ജാക്കറ്റ്. ഇതിൻ്റെ പ്രൈസ് ഏകദേശം എനിക്ക് തോന്നുന്നു 7,000 to 7,500 ആ റേഞ്ചിൽ ഇതിൻ്റെ പ്രൈസിങ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ജാക്കറ്റിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ SPRSൻ്റെ ജാക്കറ്റ്. ഇത് ഒരു ലെവൽ 1 പ്രൊട്ടക്ഷനോടെ തന്നെ നമ്മുടെ അതായത് ഷോൾഡർ പിന്നെ എൽബോ പാഡിങ് ആണ് ലെവൽ 1 പ്രൊട്ടക്ഷനോടെ തന്നെ. ബാക്കിൽ ജസ്റ്റ് ഒരു ഫോം പീസ് മാത്രമേ ഉള്ളൂ. അത് കൂടാണ്ട് ഇവിടെയും കുറച്ച് ഹാർഡായിട്ടുള്ള ഒരു മെറ്റീരിയലും ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 3 നിങ്ങൾക്ക് ചാടി നിൽക്കുന്ന സാധനം കാണുമ്പോൾ അതും ഒരു ഹാർഡായിട്ടുള്ള മെറ്റീരിയലാണ്. ബാക്കിൽ ജസ്റ്റ് ഒരു ഫോം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ജാക്കറ്റിനെ പറ്റി കൂടുതൽ പറയാൻ പോയാൽ ഇത് ഒരു മെഷ് ആൻഡ് ടെക്സ്റ്റൈൽ ജാക്കറ്റാണ്. അതായത് നിങ്ങൾക്ക് കാണാം കുറേ ഭാഗം മെഷും കുറേ ഭാഗം ടെക്സ്റ്റൈലുമാണ്. കണ്ടോ, ഈ ഭാഗമൊക്കെ മെഷാണ്, ഈ ഭാഗമൊക്കെ മെഷും ഈ മേൽഭാഗമൊക്കെ ടെക്സ്റ്റൈൽ പോലത്തെ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ബാക്ക് സൈഡ് നോക്കിയാലും ഈ അടിഭാഗം മൊത്തം മെഷും ഈ മേൽഭാഗവും ടെക്സ്റ്റൈൽ പോലത്തെ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയിൽ വെന്റിലേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ജാക്കറ്റിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ജാക്കറ്റ് ഒന്ന് ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോഴും ഇതിൻ്റെ അകമായാലും ഫുൾ മെഷ് പോലത്തെ ഒരു മെറ്റീരിയലാണ്. കണ്ടോ, ഫുൾ മെഷ് പോലത്തെ ഒരു മെറ്റീരിയലാണ്. അടിഭാഗത്ത് നിന്ന് എനിക്ക് ഇവിടെ നിന്ന് ഈ സൈഡിൽ നോക്കിയാൽ എനിക്ക് ഇവിടെ നിന്ന് വെട്ടം കാണുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല എയറും കാര്യങ്ങളൊക്കെ ഈ വഴി നമുക്ക് പാസ് ചെയ്ത്, അതായത് മെഷുള്ള ഭാഗത്തുനിന്ന്. ഇതാണ് ഞാൻ ബാക്കിൽ പറഞ്ഞ ഒരു ഫോമിൻ്റെ പീസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ആ ഫോമിൻ്റെ പീസ്. ജസ്റ്റ് ഒരു ഫോം മാത്രമേ ഉള്ളൂ. അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു ഫോം പീസ് ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിന് മെയിൻ വേറെ ഫീച്ചേഴ്സായിട്ട് പറയാനായിട്ട് ഇതിന് പിന്നെ ചെസ്റ്റ് പാഡിങ്ങിന് ഉള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഈ പോക്കറ്റ് ഉണ്ടോ, ഇതിൽ നമുക്ക് ചെസ്റ്റ് പാഡ് നമുക്ക് എക്സ്ട്രാ ചെസ്റ്റ് പ്രൊട്ടക്റ്റേഴ്സ് നമുക്ക് വേണേൽ യൂസ് ചെയ്യണമെങ്കിൽ നമുക്കത് വാങ്ങിച്ച് ഇവിടെ ചെസ്റ്റ് പ്രൊട്ടക്റ്റേഴ്സ് വെക്കാനുള്ള പോക്കറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും ഇവിടെ ചെസ്റ്റ് പ്രൊട്ടക്റ്റേഴ്സിൻ്റെ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. കേട്ടോ, അപ്പോൾ ഇതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ജാക്കറ്റ് ഒന്ന് ഇട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ സൈസ് 46 ആണ്. അതായത് എൻ്റെ സൈസ് 46 ആണ്. എൻ്റെ ശരിക്കും സ്മോളാണ് എനിക്ക് ജാക്കറ്റ്. പക്ഷേ ഇവർക്ക് സ്മോൾ എന്ന് പറഞ്ഞാൽ സൈസല്ല. 46, 48, 50, 52 അങ്ങനെയാണ് ഇവരുടെ ജാക്കറ്റ് സൈസ് പോയിരിക്കുന്നത്. ഈ ജാക്കറ്റ് തന്നെ കുറേ കളേഴ്സ് ഉണ്ട്. ഇത് റെഡ്, ഇത് കഴിഞ്ഞ് ഇതിൻ്റെ വൈറ്റ് ഉണ്ട്. അതായത് ഈ ലൈൻസ് എല്ലാം വൈറ്റ് ആയിരിക്കും. അതുപോലെ ഫ്ലൂറസെൻറ്റ്, യെല്ലോ, പിന്നെ ഗ്രീൻ, അങ്ങനെ 4-5 കളേഴ്സോളം ഈ ജാക്കറ്റിന് വരുന്നുണ്ട്. അപ്പോൾ ജാക്കറ്റ് അത്യാവശ്യം നല്ല കംഫർട്ടബിളാണ്. ഞാൻ ഉപയോഗിക്കുന്ന ജാക്കറ്റ് ഇവരുടെ ഫസ്റ്റ് മോഡൽ ജാക്കറ്റാണ്. അത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിരുന്നു കേട്ടോ. അത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിരുന്നു, നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിരുന്നു. ഇപ്പോൾ ഇതിന് അതിനേക്കാളും കുറച്ച് വെയിറ്റ് ഒരു കൂടുതലുണ്ട്. കാര്യം അത് ഫുൾ ശരിക്കും കുറേ മെഷാണ്. അത് കൂടുതലും മെഷ് ജാക്കറ്റാണത്. ഇതിൽ മെഷ് ആൻഡ് ടെക്സ്റ്റൈൽ ജാക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ SPRSൻ്റെ ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും ഇവിടെ SPRS എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സിമ്പിൾ ജാക്കറ്റ്. നമുക്ക് പിന്നെ ഇവിടെ കയ്യിൽ ഇവിടെയൊക്കെ നമുക്ക് വലിച്ച്, അതായത് ടൈറ്റ് ചെയ്യാനുള്ള സ്ട്രാപ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സിബുണ്ട്. ഈ സിബ് ഇട്ട് അടച്ചാൽ ഫുൾ സെറ്റാണ്. രണ്ട് സൈഡിലും നമുക്ക് ഇത് ടൈറ്റ് ചെയ്യുക, പിന്നെ ടൈറ്റ് ആയിരുന്നതാണ്. പിന്നെ പോക്കറ്റ്സ് നിങ്ങൾക്ക് കാണാം. ഇവിടെ സൈഡിലായിട്ടാണ് പോക്കറ്റ്സ്. അത് വാട്ടർ പ്രൂഫ് പോക്കറ്റ്സ് എന്നൊന്നും പറയില്ല ഞാൻ, ജസ്റ്റ് ഒരു നോർമൽ പോക്കറ്റ് തന്നെയാണ്. വാട്ടർ പ്രൂഫ് ആയിട്ട് അല്ലെങ്കിൽ വാട്ടർ പ്രൂഫ് പോക്കറ്റ്സ് ഒന്നും ഇല്ല. അപ്പോൾ അത് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. കാര്യം നമ്മളെപ്പോഴും പുറത്ത് പോകുമ്പോൾ നമ്മൾ മഴയൊക്കെ പെയ്താൽ നമ്മൾ പെടാറുണ്ട്. അപ്പോൾ ഒരു വാട്ടർ പ്രൂഫ് പോക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഫോണും കാര്യങ്ങളൊക്കെ അതിനകത്തേക്ക് വെച്ചാൽ ആവശ്യമുള്ള എല്ലാ സാധനം എടുത്ത് വെച്ചാൽ നമുക്ക് സേഫായിട്ട് നമുക്ക് കൊണ്ടുനടക്കാം. ഇതിൻ്റെ വാട്ടർ പ്രൂഫ് എന്ന് പറയാൻ ഇതിൻ്റെ ലൈനർ ഉണ്ട്. അകത്ത് തന്നെ നമുക്ക് ലൈനർ സെറ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇത് ഈ സിബ് കണ്ടോ, ഈ സിബ് വെച്ച് നമുക്ക് നമ്മുടെ ലൈനർ ഞാൻ കാണിച്ചു തരാം. ലൈനറും അത്യാവശ്യം നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ് ലൈനർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മെറ്റീരിയലാണ്. കാര്യം അകത്തും ഈ ലൈനറിൻ്റെ അകത്തായാലും ഒരു മെഷ് പോലത്തെ ഒരു മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. പുറത്ത് നമുക്ക്
ആ റെയിൻ കോട്ടിൻ്റെ മെറ്റീരിയലും. അപ്പോൾ ലൈനർ നമുക്ക് ജസ്റ്റ് അകത്തേക്ക് വെച്ചിട്ട് സിപ്പ് ചെയ്യുക. പിന്നെ അത് കൂടാണ്ട് ഇവിടെ അത് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാനുള്ളൊരു സിസ്റ്റം കൂടി ഉണ്ട് അകത്ത് തന്നെ ഉണ്ടോ. നമ്മുടെ ഈ കയ്യിൽ ഇവിടെ തന്നെ നമുക്കൊരു ബട്ടൺ ഒരു ക്ലിപ്പ് ചെയ്ത് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ കൈ നമ്മൾ വലിച്ചൂരുമ്പോൾ ഈ റെയിൻ കോട്ട് പുറത്തേക്ക് വരില്ല, അതായത് ലൈനർ പുറത്തേക്ക് വരില്ല, അതേപോലെ അവിടെ ഇരുന്നോളൂ. അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇനി നമ്മുടെ പാഡിങ് ഒക്കെ ഒന്ന് ഊരി കാണിച്ചു തരാം. ലെവൽ 1 പാഡിങ് ഈ ജാക്കറ്റിൻ്റെ പാഡിങ് ഒക്കെ ഊരാൻ ഭയങ്കര സിമ്പിളാണ്. നമുക്ക് ജസ്റ്റ് നിങ്ങൾക്ക് കാണാം, ഇതാണ് പാഡിങ്ങിൻ്റെ പോക്കറ്റ് ഇവിടെ കൊടുത്തേക്കുന്നുണ്ട്. ഈ പോക്കറ്റിലേക്കാണ് ഇതാണ് നമ്മുടെ എന്താ പറയുക ഷോൾഡർ പ്രൊട്ടക്ടർ. ഇതാണ് ഷോൾഡർ പ്രൊട്ടക്ടറിൻ്റെ പാഡിങ്. നമുക്ക് ലെവൽ 1 പാഡിങ് ആണ് ഷോൾഡർ പ്രൊട്ടക്ടറിന് കൊടുത്തേക്കണേ. ഇനി ഞാൻ എൽബോർഡ് കാണിച്ചു തരാം. എൽബോർഡ് നമ്മൾ ഊരണത് ഈ സൈഡിൽ ഇവിടെ നിന്ന്, ഈ കൈയുടെ ഇവിടെ നിന്നായിട്ടാണ് ഊരേണ്ടത്. ഇതാണ് നമ്മുടെ എൽബോ പാഡിങ്. ഇതാണ് ലെവൽ 1 എൽബോ പാഡിങ്. ബാക്കിലത്തെ കാണിച്ചു, ബാക്കിൽ ജസ്റ്റ് ഒരു ഫോം മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ. പിന്നെ ജാക്കറ്റൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ മെയിൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഷോൾഡർ പാഡിങ് കറക്റ്റ് ആയിരിക്കണം. നമ്മുടെ ഷോൾഡർ ആൻഡ് എൽബോ ഇതാണ് ഏറ്റവും മെയിൻ സാധനം. ചിലവർ ഈ ജാക്കറ്റിൻ്റെ ഇറക്കം പറ്റില്ല എന്ന് പറഞ്ഞാൽ വലിയ ജാക്കറ്റ് വാങ്ങും. വലിയ ജാക്കറ്റ് വാങ്ങുമ്പോഴത്തേക്കും എന്താ ഈ ഷോൾഡർ പാഡിങ്ങും എൽബോ പാഡിങ്ങും കറക്റ്റ് പൊസിഷനിൽ ഇരിക്കില്ല. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് വെറും വേസ്റ്റാണ്. ലെങ്ത്തിന് വേണ്ടി മാത്രം നിങ്ങൾ ജാക്കറ്റ് വാങ്ങരുത്. വാങ്ങുവാണെങ്കിൽ ഷോൾഡർ പ്രൊട്ടക്ടറും നമ്മുടെ എൽബോ പ്രൊട്ടക്ടറും കറക്റ്റ് സ്പേസിൽ തന്നെ നിൽക്കണം, എന്നാലേ യൂസ് ഉള്ളൂ ഈ ജാക്കറ്റ് വാങ്ങിയിട്ട്. അല്ലെങ്കിൽ ജാക്കറ്റ് വാങ്ങണ വെറും വേസ്റ്റാണ്. ചില ജാക്കറ്റിന് എനിക്കറിയാം കുറേ ബ്രാൻഡുകളനുസരിച്ച് ജാക്കറ്റിൻ്റെ ലെങ്ത്ത് മാറുമെങ്കിൽ ഇപ്പോൾ എൻ്റെ ഈ സൈസ് ജാക്കറ്റിന് ചിലപ്പോൾ എനിക്ക് താഴത്തോട്ടുള്ള ലെങ്ത്ത് ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ അത് കാരണം കുറേ പേര് വലിയ ജാക്കറ്റ് വാങ്ങും. അപ്പോൾ അവരുടെ ഷോൾഡർ പ്രൊട്ടക്ടറും കറക്റ്റായിട്ട് നിൽക്കില്ല, എൽബോ ഗാർഡും കറക്റ്റായിട്ട് നിൽക്കില്ല. അപ്പോൾ അതൊക്കെ വെറും വേസ്റ്റാണ് അങ്ങനെ ജാക്കറ്റ് വാങ്ങുന്നത്. ജാക്കറ്റ് വാങ്ങുമ്പോൾ നമ്മുടെ ഷോൾഡർ കറക്റ്റാണോ എന്ന് എപ്പോഴും ശ്രദ്ധിക്കുക. അതാണ് നമ്മുടെ ഏറ്റവും മെയിൻ കാര്യം. നമ്മൾ ഈ ജാക്കറ്റ് വാങ്ങണം നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ്, അല്ലാണ്ട് ലുക്കിന് വേണ്ടിയല്ല. അപ്പോൾ ജാക്കറ്റ് വാങ്ങുമ്പോൾ നമ്മുടെ ഷോൾഡർ പ്രൊട്ടക്ടറും കാര്യങ്ങളൊക്കെ കറക്റ്റ് പ്ലേസിലാണോ നോക്കുക, എന്നിട്ട് വേണം നിങ്ങൾ ജാക്കറ്റ് വാങ്ങാൻ. പിന്നെ ഈ ജാക്കറ്റിൽ റിഫ്ലക്റ്റീവ് ലൈൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഈ കാണാം. ഈ റെഡിന് മേളിൽ കൂടി പോയേക്കണുണ്ടോ, അതൊക്കെ റിഫ്ലക്റ്റീവ് ലൈൻസാണ്. രാത്രി നമുക്ക് ഓപ്പോസിറ്റ് ലൈറ്റൊക്കെ അടിക്കും. അതുകൊണ്ട് ബാക്കിലും കാണാം നിങ്ങൾക്ക് എസ്പാരസിൻ്റെ മേളിൽ കൂടി ഒരു വൈറ്റ് ലൈൻ പോയേക്കണോ, അതും നമുക്ക് റിഫ്ലക്റ്റീവ് സാധനമാണ് അതൊക്കെ. അപ്പോൾ രാത്രി നമുക്ക് ലൈറ്റൊക്കെ ഓപ്പോസിറ്റ് അടിക്കുമ്പോഴും. പക്ഷേ കൈയുടെ ഇവിടെയൊന്നും ഇല്ല കേട്ടോ, കൈയുടെ റിഫ്ലക്റ്റീവ് ആയിട്ടൊന്നുമില്ല. ജസ്റ്റ് നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലും മാത്രമേ ആ റിഫ്ലക്റ്റീവ് പീസ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതായിരുന്നു ജാക്കറ്റ്. ഞാനപ്പോൾ ഇവരുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടിട്ടുണ്ടാവും. ജാക്കറ്റ് നിങ്ങൾക്ക് എവിടെ നിന്നാണ് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഷോപ്പിൽ പോയി പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കൊച്ചി മച്ചാൻ്റെ വീഡിയോ കണ്ടിട്ട് വന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫർഗെറ്റ് ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ചാനൽ ബെല്ലേക്ക് ഞെക്കുക. അടുത്ത വീഡിയോ വരുമ്പോൾ ബെല്ല് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റേ നിങ്ങൾ സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ. വീക്കെൻഡൊക്കെ മിസ്സായിപ്പോയി. കാര്യം നമ്മൾ വണ്ടിയുടെ മുകളിൽ ഭയങ്കര ബിസി ആയിപ്പോയി. കാക്ക